ഇടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സീതി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ്, പത്തപ്പിരിയം, എടവണ്ണ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ, പന്നിപ്പാറ, തൂവക്കാട്. ബ്രദേഴ്സ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ്, പാലപ്പറ്റ. മുൻ UDF ഭരണസമിതി ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തിയെന്ന CPM നേതാക്കളുടെ ആരോപണത്തിന് മറുപടി നൽകി UDF. പരാജയം ഉറപ്പായതോടെ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് CPMന്റെ ലക്ഷ്യമെന്ന് UDF നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആരോപണങ്ങൾ തെളിയിച്ചാൽ മത്സരരംഗത്ത് നിന്ന് പിന്മാറുമെന്ന് കരീം പറഞ്ഞു. എടവണ്ണ പഞ്ചായത്തിലെ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി പിരിച്ചെടുത്ത തുകയെയും അതിന്റെ ചിലവിനെയും സംബന്ധിച്ച് കഴിഞ്ഞ ദിവസമാണ് CPM നേതൃത്വം UDFനെതിരെ രംഗത്ത് വന്നത്. പഞ്ചായത്തിനെതിരെ UDF ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ ഇതുവരെ മറുപടി പറയാത്ത CPM തിരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ പരാജയം ഉറപ്പായതോടെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്ന് നേതാക്കൾ പറഞ്ഞു. കുടിവെള്ള പദ്ധതിക്കായി ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത തുക എന്ത് ചെയ്തു എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് T. അഭിലാഷിനോട് ചോദിച്ചാൽ മനസ്സിലാക്കുമെന്ന് അഹമ്മദ് കുട്ടി പറഞ്ഞു. ബാങ്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്തു എന്ന ആരോപണം തെറ്റാണ്. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം. 1,72,853 രൂപ ഇപ്പോഴും അക്കൗണ്ടിലുണ്ട്. ഇന്നലെ ഇടവണ്ണയിലെ CPMന്റെ ഒരു പത്രസമ്മേളനം കാണുകയുണ്ടായി. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയണത്, അവരെ സംബന്ധിച്ച് ഞങ്ങളൊരു ഒരുപാട് പ്രാവശ്യം പഞ്ചായത്ത് ഓഫീസിന് മുമ്പാകെ അഴിമതി ഉന്നയിച്ചുകൊണ്ടുള്ള സമരങ്ങൾ പല പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിനൊന്നും ഇന്നേ വരെ വ്യക്തമായൊരു മറുപടി അവർ പറഞ്ഞിട്ടില്ല. പലപ്പോഴും മുൻകാലത്തൊക്കെ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞാൽ പിറ്റേന്ന് അതിരാവിലെ തന്നെ അതിന് മറുപടി പറയുമായിരുന്നു. ഇപ്പം ഇത്രയും കാലമായിട്ട്, കുറച്ച് കാലമായിട്ട് ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതിന് മറുപടി ഇല്ലാത്തൊരവസ്ഥയാണ്. ഇപ്പം ഇന്നലെ അവർ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് പറഞ്ഞത്, ഞങ്ങൾ ഈ അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് അവരുടെ അഭൂതപൂർവമായ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ കണ്ട് അത് മറച്ചു പിടിക്കാൻ വേണ്ടിയാണെന്നാണ്. യഥാർത്ഥത്തിൽ അഭൂതപൂർവമായ അഴിമതിയാണ് 5 വർഷം കൊണ്ട് ഇടവണ്ണയിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് ഇടവണ്ണയിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. കാരണം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് അവർ ചെയ്ത ഓരോ കാര്യങ്ങളും, ഉദാഹരണമായിട്ട് ഞങ്ങൾ എടുത്തു പറഞ്ഞൊരു കാര്യം, ഒരു മെമ്പർ അയോഗ്യനായിട്ടുള്ളത് ഈ കാലഘട്ടത്തിലാണ്. അത് അഴിമതിയുടെ പേരിലാണ്. ലക്ഷക്കണക്കിൽ ഉറപ്പിക അഴിമതിയായി തന്നെ പഞ്ചായത്ത് മെമ്പർമാരോ അവരുടെ അടുത്ത ബന്ധുക്കളോ വാങ്ങാൻ പാടില്ലാത്ത ലക്ഷക്കണക്കിൽ ഉറപ്പിക ഇടവണ്ണ പഞ്ചായത്തിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയിട്ടുള്ള ആളുകളാണ് ഇവരുടെയൊക്കെ ഈ പറഞ്ഞ ആളുകൾ. അതിലൊരാൾ മാത്രമേ അയോഗ്യനായിട്ടുള്ളൂ. അതിലേറെ അതിൻ്റെ മുമ്പ് അയോഗ്യരാവേണ്ട 2-3 വ്യക്തികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അതൊന്നും അത് സമയത്ത് ഞങ്ങൾ കേസിന് അന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള വിവരം കിട്ടാത്തതിൻ്റെ പേരിൽ കേസിന് പോകാൻ സാധിക്കാത്തത് കൊണ്ട് മാത്രമാണ് അവരെന്നും ഭരണത്തിലിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. പിന്നെ ലൈഫ് പദ്ധതിയെ സംബന്ധിച്ചാണ് അവർ ഇന്നലെ ഉന്നയിച്ച മറ്റൊരു കാര്യം. അവർ 866 വീടുകൾ കൊടുത്തിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അവിടെ തൊട്ടടുത്തുള്ള VOനോട് ചോദിച്ചാൽ അത് കാര്യം മനസ്സിലാക്കാമായിരുന്നു എന്നാണ് ജവഹർ മാഷ് അതിനെ സംബന്ധിച്ച് പറഞ്ഞതിന് കിട്ടിയത്. ഞങ്ങൾ കൃത്യമായിട്ട് പറയുന്നു, സഖാവേ, VOൻ്റെ അടുത്ത് കിട്ടിയ കണക്ക് പ്രകാരം നിങ്ങൾ കഴിഞ്ഞ ഈ 5 വർഷത്തിനിടയ്ക്ക് മൊത്തം കൊടുത്തിട്ടുള്ളത് 527 വീടുകളാണ്. അതിൽ മുഴുവൻ സംഖ്യ 4 ലക്ഷം ഉറുപ്പിക കൊടുത്തിട്ടുള്ളത് വെറും 155 പേർക്ക് മാത്രമാണ്. 3,60,000 കൊടുത്തിട്ടുള്ളത് 200 ആളുകൾക്കാണ്. 3 ലക്ഷം കൊടുത്തിട്ടുണ്ട് 100 ആളുകൾക്ക്. വെറും 40,000 കൊടുത്ത ആളുകളുണ്ട് 50 പേര്. ഇതുവരെ ഒരു നയാ പൈസയും കൊടുത്തിട്ടില്ലാത്ത ആളുകളാണ് 22 പേര്. അങ്ങനെയാണ് ഈ 527 ആളുകൾ. അത് ഞങ്ങൾക്ക് VO തന്ന കണക്കാണ്. VOൻ്റെ കണക്കിന് അപ്പുറം വല്ല കണക്കുമുണ്ടെങ്കിൽ അത് നിങ്ങളതിൻ്റെ കണക്ക് ഈ രീതിയിൽ ഒന്ന് അവതരിപ്പിച്ചാൽ നന്നാവുമെന്നാണ് ആ കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ 5 വർഷം പിന്നെ UDFൻ്റെ ഇവർ വരുന്നതിന് മുമ്പ് ദീർഘകാലം UDFൻ്റെ ഭരണം അഴിമതി നിറഞ്ഞ ഭരണമായിരുന്നു. ഒരുപാട് വിജിലൻസ് കേസുകളും മറ്റ് കേസുകളും ഒക്കെ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. 15,000 ഉറുപ്പിക ശമ്പളം കൊടുത്തുകൊണ്ട് ഒരാളെ പഞ്ചായത്തിനെതിരിൽ അഴിമതി ആരോപണങ്ങളും അതേപോലെ വിവരാവകാശങ്ങൾ കൊടുക്കാൻ വേണ്ടി മാത്രം ശമ്പളം കൊടുത്ത് നിർത്തിയ ഒരാൾക്ക് മറ്റു പണികളൊന്നും ഇല്ലായിരുന്നു.
സ്വാഭാവികമായിട്ടും പരാതി കൊടുത്താൽ വിജിലൻസിലും മറ്റു സ്ഥലങ്ങളിലും പരാതി കൊടുത്താൽ അതിൽ അന്വേഷണം നടക്കും. അതിനപ്പുറം ഈ 5 കൊല്ലമായല്ലോ അവർ ഇത്രയും കാലം അതിന് പിന്നാലെ കൂട്ടിയിട്ട് ഏതൊരു കേസാണ്, എന്താണ് അഴിമതിയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഉണ്ടായി എന്ന് പറയാൻ ഇവർക്ക് സാധിച്ചിട്ടുള്ള ഈ കാലത്തിനിടയ്ക്ക് എന്താണ് ഒരു കേസ് അവരെടുത്ത് പറഞ്ഞിട്ടില്ല. അത് പറയാൻ അവർക്ക് ബാധ്യസ്ഥരാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ. പിന്നെ അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇത്തരക്കാരൊക്കെ ഇനിയും അഴിമതി നടത്തും, ഇത്തരക്കാരെ ഭരണേൽപ്പിച്ചാൽ ഇനിയും ഇതാ അവസ്ഥയായിരിക്കും എന്നാണ്. ഞങ്ങൾക്ക് തിരിച്ചാണ് അങ്ങനെ അവരെ സംബന്ധിച്ച് പറയാനുള്ളത്. ഈ രീതിയിലാണ് അവർ ഭരണം നടത്തുന്നതെന്ന് അവരെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അവരെ ഭരണം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ എടവണ്ണ പഞ്ചായത്തിൻ്റെ തറക്കല്ലടക്കം അവർ ഇളക്കി കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അതാണ് ആ കാര്യത്തെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത് പിന്നെ മറ്റൊരു കാര്യം, വളരെ രൂക്ഷമായ ഭാഷയിൽ അവർ വലിയൊരു തട്ടിപ്പിൻ്റെ ഒരു ബോംബ് പൊട്ടിക്കുകയാണ് അവർ ചെയ്തിട്ടുള്ളത്. ആ ബോംബ് അവർ പറഞ്ഞത് ഞങ്ങൾ എടവണ്ണ കുടിവെള്ള പദ്ധതിയുടെ പേരിൽ വലിയ സംഖ്യ പിരിച്ചെടുത്തു, അതിൽ 5 ലക്ഷം ഉറുപ്പിക ഞങ്ങളതിൽ തട്ടിപ്പ് നടത്തി അവിടുത്തെ നിലമ്പൂർ ബാങ്കിലുള്ള അക്കൗണ്ട് ക്ലോസ് ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ ഈ സംശയം പറഞ്ഞിട്ടുള്ളത്. അതിൽ മറ്റൊരു കാര്യം, അവരൊരു ദുസ്സൂചന നൽകിയത് ആ ഭൂമിയുടെ വില സംബന്ധിച്ച് പോലും ആരോപണം ഉണ്ടായിരുന്നു. അതിൽ തന്നെ ഒരുപാട് വിവാദം ഉണ്ടായിട്ടുള്ളതാണ്. ആ ഭൂമി ആദ്യം ഞങ്ങൾക്ക് ഇതിൻ്റെ ഭൂമി ഉടമസ്ഥരെ ഞങ്ങളാരും അറിയില്ല. അത് പാലപ്പറ്റ അന്നത്തെ മെമ്പറും മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ ബാലേട്ടനെയാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ ചുമതലപ്പെടുത്തിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ബൗണ്ടറിയിലാണ് ഇവരുടെ എസ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവരുമായിട്ട് വളരെ നല്ല ബന്ധം ആണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തെ ഏർപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം മുഖേനയാണ് ആ ഭൂമിൻ്റെ ഉടമസ്ഥരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചത്. അപ്പോൾ അന്ന് അദ്ദേഹം മദ്യം പറഞ്ഞുകൊണ്ട് 50 സെൻറ്റ് സ്ഥലത്തിന് 18,000 ഉറുപ്പിക വില കണക്കാക്കിക്കൊണ്ട് നമുക്ക് വാങ്ങാൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ആദ്യമായിട്ട് എഗ്രിമെൻ്റ് എഴുതിയത്. ആ സമയത്ത് എഗ്രിമെൻ്റ് എഴുതിയ സമയത്ത് 50 സെൻറ്റിന് 18,000 എന്ന് പറഞ്ഞതുകൊണ്ടാണ് 18 ലക്ഷം ഉറുപ്പിക എന്ന് പറഞ്ഞതുകൊണ്ടാണ് 18 ലക്ഷം ഉറുപ്പിക പിരിക്കാൻ വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ മെമ്പർമാരും ഇടതുപക്ഷ മെമ്പർമാരടക്കമുള്ള മെമ്പർമാരും ഞങ്ങളെല്ലാവരും കൂടി യോഗം ചേർന്നത്. ആ യോഗത്തിൽ മറ്റാരും ഒരു അഭിപ്രായ വ്യത്യാസം ആ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല ആ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള കണക്ക് ഇവിടെ ഉണ്ട്. അതിൽ ആർക്ക് വേണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും ഞങ്ങളത് ബോധ്യപ്പെടുത്താൻ തയ്യാറുമാണ്. അത് ഇവർ 18 ലക്ഷം ഉറുപ്പികയല്ല പിരിഞ്ഞ് കിട്ടിയത്, 18,42,790 ഉറുപ്പിക അന്ന് പിരിഞ്ഞ് കിട്ടി. ഞങ്ങൾ ഈ ഭൂമി വീണ്ടും ഇവരുമായിട്ട് സംസാരിച്ചു. അന്ന് ഇവർ പറഞ്ഞതിന് 50 സെൻറ്റിന് 18 ലക്ഷം എന്ന് പറഞ്ഞപ്പോൾ മറ്റൊരു ഭൂമി അതിലേറെ വില കുറച്ച് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളൊരു എഗ്രിമെൻ്റൊക്കെ എഴുതിയിരുന്നു. ആ എഗ്രിമെൻ്റ് ഇവർക്ക് കാണിച്ചു കൊടുത്തപ്പം അവർക്ക് ആ ഭൂമി കുറച്ച് വിൽക്കുക എന്നുള്ളത് വളരെ അടിയന്തരമായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് 60 സെൻറ്റ് ഭൂമിക്ക് 16 ലക്ഷത്തെ ഉറുപ്പികക്കാണ് ആ ഭൂമി അവസാനം കിട്ടിയത്. ബാലേട്ടൻ പിന്നീട് പറഞ്ഞു അവർ ആ ഭൂമി ഇപ്പോൾ കൊടുക്കണില്ല എന്ന് പറഞ്ഞപ്പം ബാലേട്ടനെ ഞങ്ങൾ ഒഴിവാക്കിക്കൊണ്ടാണ് പിന്നെ സംസാരിച്ചത്. അങ്ങനെ 60 സെൻറ്റ് ഭൂമി 16 ലക്ഷം ഉറുപ്പികയ്ക്ക് വാങ്ങി. ആ 16 ലക്ഷം ഉറുപ്പികയിൽ ആദ്യം ഒരു 13 ലക്ഷം ഉറുപ്പിക അവർക്ക് അഡ്വാൻസ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു. അവർക്ക് എന്തൊക്കെ ബാധ്യതകളുണ്ട് അതൊക്കെ തീർക്കാൻ അഡ്വാൻസ് ആയിട്ട് വേണമെന്ന് പറഞ്ഞു. ആ 13 ലക്ഷം ഉറുപ്പിക ആദ്യം കൊടുത്തു. രണ്ടാമത് ബാക്കിയുള്ള 3 ലക്ഷം ഉറുപ്പിക ബാക്കി തീർത്തു കൊടുത്തു. അങ്ങനെ 16 ലക്ഷം ഉറുപ്പിക ആ ഭൂമിക്ക് കൊടുത്തു. അതിൻ്റെ ആധാരം എടവണ്ണ പഞ്ചായത്ത് ഓഫീസിലുണ്ട്. അവർക്ക് വേണമെങ്കിൽ അതിൻ്റെ കോപ്പി വേണമെങ്കിൽ ഞാൻ കാണിക്കാം, എൻ്റെ കയ്യിൽ ആ കോപ്പി ഉണ്ട്. അതിൽ കൊടുത്ത കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്. ഇപ്പോൾ ഇതിൽ ഇന്നത്തെ ആ അക്കൗണ്ടിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടില്ല. ഇവർ അങ്ങനെ പറഞ്ഞാൽ അവർ ആ അക്കൗണ്ട് ക്ലോസ് ചെയ്തു, അവർ ഈ പൈസയും വലിച്ചു പോയി എന്നൊക്കെ അവർ പറയുമ്പോൾ ആ അക്കൗണ്ടിൻ്റെ നമ്പറും അതിൻ്റെ 000 എന്നൊക്കെ പറഞ്ഞിട്ട് അക്കൗണ്ട് നമ്പറൊക്കെ വായിക്കുമ്പോൾ ആളുകൾ ഇത് തെറ്റിദ്ധരിക്കും ഇത് സത്യമാണ്. ആ ബാങ്കിൽ തന്നെയാണ് ഇന്നും ആ സംഘത്തിൻ്റെ അതിൽ ആ അക്കൗണ്ട് ഇന്നും അവിടെ നിലവിലുണ്ട് എന്നാണ് അതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ഞങ്ങൾക്കുള്ള ആരോപണം, അതിൽ സംഖ്യൻ്റെ കണക്കും കൂടി ഞാൻ പറയാം. 18,42,790 ഉറുപ്പിക പിരിഞ്ഞു കിട്ടിയതിന് പുറമെ 1,19,840 ഉറുപ്പിയോളം അതിൽ പലിശ ഇനത്തിൽ ലഭിച്ചിട്ടുണ്ട്. ഈ സംഖ്യ അടക്കം മൊത്തത്തിൽ വരവ് 19,62,631 ഉറുപ്പികയാണ്. അതിൽ ഭൂമിക്ക് അന്ന് കൊടുത്ത വില 16 ലക്ഷം ഉറുപ്പികയാണ്. പിന്നെ നിലവിലുള്ള അഭിലാഷ്
പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ഭരണസമിതിൻ്റെ കാലത്ത് അവർ പറഞ്ഞു അതിൻ്റെ പമ്പിങ് മെയിൻ കൊണ്ടുപോകാൻ വേണ്ടി ഒരു മീറ്ററിൽ കുറയാത്ത ഭൂമി വീണ്ടും വേണം എന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വാട്ടർ അതോറിറ്റി ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ വിളിച്ചിട്ടാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹം കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു അന്നത്തെ കമ്മിറ്റിയുടെ ഒരു യോഗം വിളിക്കുകയും ചെയ്തു. ആ കമ്മിറ്റിയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിൻ്റെ പ്രതിനിധികളുണ്ട്. ഈ ജാഫർ അടക്കമുള്ള ആളുകൾ, PP അബ്ദുറഹ്മാൻ അടക്കമുള്ള ആളുകൾ, CPIൻ്റെ പ്രതിനിധിയായിട്ട് അജയകുമാർ അടക്കമുള്ള ആളുകളൊക്കെ ആ കമ്മിറ്റിയിലുള്ളതാണ്. ഇവരൊക്കെ പങ്കെടുത്ത യോഗങ്ങളിൽ വെച്ചിട്ടാണ് ഓരോ തീരുമാനങ്ങളും എടുത്തിട്ടുള്ളത്. ഈ തീരുമാനമെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ 1.2 മീറ്ററാണ് അവർക്ക് വേണ്ടത്. ഇനി 1 മീറ്റർ ആയാലും മതി എന്നാണ്. അപ്പോൾ ഞങ്ങൾ 1.2 സെൻറ്റ് സ്ഥലം തന്നെ അന്ന് ഇവിടെ പഞ്ചായത്ത് ഓഫീസിൽ അഭിലാഷിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ എടുക്കാൻ തീരുമാനിക്കുകയും ഇവരുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതിന് 1.5 ലക്ഷം രൂപ 4.5 സെൻറ്റ് സ്ഥലം വരും. 1.5 ലക്ഷം രൂപ 4.5 സെൻറ്റ് സ്ഥലത്തിന് മൊത്തത്തിൽ കൊടുക്കണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അതിൽ പെട്ടെന്ന് രജിസ്റ്റർ തരാൻ പറ്റില്ല, കാരണം അവരുടെ ഭൂമി ബാങ്കിൽ പ്ലഡ്ജ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭൂമീൻ്റെ ലോൺ ക്ലോസ് ചെയ്താൽ രജിസ്റ്റർ ചെയ്ത് തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പം അങ്ങനെ മതിയാം, കാരണം നമുക്ക് കിട്ടൽ നിർബന്ധമാണ്, അല്ല ഞാൻ പണി നടക്കൂല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചു. അവർക്ക് 1 ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്തു. ബാക്കി 50,000 രൂപ എപ്പോഴും കൊടുക്കാൻ ബാക്കിയാണ്. അങ്ങനെ മൊത്തം നമുക്കതിൽ ഇതിന് പുറമെ നമുക്ക് ഈ കാര്യത്തിൽ പിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലക്സ് അടിച്ചിട്ടുണ്ട്, രസീതി ബുക്കുണ്ട്, സീല്, ലെറ്റർ പേഡ് തുടങ്ങിയ കാര്യങ്ങൾ. അതേപോലെ അതിലേക്ക് റോഡുണ്ട്. ഇപ്പോൾ നമ്മൾ അന്ന് വെട്ടിയ റോഡുണ്ട്. ആ റോഡ് വരുന്നിടത്തൊക്കെ പല ആളുകളുടെയും കമ്പിവേലികളായിരുന്നു. അതൊക്കെ കമ്പിവേലികളൊക്കെ ആ രീതിയിൽ തന്നെ അവർക്ക് തോട്ടത്തിന് കേട് പറ്റാത്ത രീതിയിൽ അതിർത്തിയിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ വലിയൊരു സംഖ്യ ചെലവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഇങ്ങനെ എല്ലാം കൂടെ ആയിട്ടുള്ള ചിലവ്. അതേപോലെ നമ്മളെ ഉദ്ഘാടന ദിവസം മന്ത്രി ഓൺലൈനായിട്ടാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ആ കാര്യത്തിന് നമ്മളൊരു പത്രം സുജലം എന്നുള്ള പേരിൽ ഒരു പത്രം പഠിച്ചിറക്കിയിരുന്നു. ഇതിനെല്ലാം കൂടി വന്നിട്ടുള്ള ചിലവ് 84,728. അങ്ങനെ 1 ലക്ഷം രൂപ ഇതിന് അഡ്വാൻസ് കൊടുത്തടക്കം മൊത്തം നമുക്കുള്ള ചിലവ് 17,89,778 രൂപയാണ്. അപ്പോൾ ആ 17,89,778 മൊത്തം വരവ് കഴിച്ച് ബാക്കി 1,72,853 ഈ പലിശ അടക്കമുള്ള എമൗണ്ട് ഈ സംഖ്യ 1,72,853 ഈ അക്കൗണ്ടിൽ ഇന്നും അവിടെ നിലനിൽക്കുന്നു. ഇതിൻ്റെ എല്ലാ തെളിവുകളും ആർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ അവരിവിടെ വന്നാൽ ഏത് സമയത്തും അത് കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് ആ കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അതിനോട് അനുബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ അത്രയും ആക്കിയിട്ടും കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞിട്ടും ഒരു പുരോഗതി ആ കാര്യത്തിൽ ഇന്നേ വരെ ഇടവണ്ണ പഞ്ചായത്തിൽ ഒരാൾക്ക് ശരിയായ രീതിയിൽ കുടിവെള്ളം കൊടുക്കാൻ പദ്ധതി പ്രകാരം ഇവർക്ക് സാധിച്ചിട്ടില്ല. അത് അവരുടെ വീഴ്ച തന്നെയാണ്, യാതൊരു കാര്യത്തിൽ സംശയമില്ല. വാട്ടർ അതോറിറ്റിയാണ് നടപ്പാക്കുന്നെങ്കിലും ഞങ്ങളൊക്കെ ഉള്ള കാലത്ത് നിരന്തരം ഈ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ കാര്യങ്ങളൊക്കെ പുരോഗതിയൊക്കെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞതെങ്കിൽ അവരതിൻ്റെ പിന്നാലെ അവർ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യത്തിന് എന്നെ മറുപടി പറയേണ്ടത് അവരാവശ്യപ്പെട്ട പ്രകാരം ഞാനല്ല. അവർ ഗരീമും അതേപോലെ MLA ആണ്. MLA പിരിക്കാനും ബെർലിനും കണക്ക് അവതരിപ്പിക്കാനൊന്നും കൂടിയില്ല. ഇപ്പോൾ ചെയ്തത് എൻ്റെ കണക്ക് കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്തിരുന്നത് ഞാനാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. കരീമും അതിൽ കൺവീനറായിരുന്നു. എൻ്റെ അതേപോലെ ഉത്തരവാദിത്വം കരീമുണ്ടെങ്കിലും കരീമിന് ഈ കണക്കുകൾ എൻ്റെ കയ്യിലായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കരീമിന് പറയാൻ കഴിയില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കരീമ് പറയും. അപ്പോൾ ഇതിൽ MLA ഇതിൽ കാച്ചുവാനും കറന്നവനുമല്ല. MLAക്ക് ഇതിൽ ഉത്തരവാദിത്വമില്ല. എനിക്ക് ഉത്തരവാദിത്വമുണ്ട്, കരീമിന് ഉത്തരവാദിത്വമുണ്ട്, റസിയ ബഷീറിന് ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് ഈ കണക്ക് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ മറ്റുള്ളൊരു കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പത്തപ്പിരം വാർഡിനെ സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങളൊക്കെ ഇതിൻ്റെ മുമ്പ് വരെ ഉന്നയിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് അവർക്ക് അറിയായിരുന്നു ഇവർ എന്ത് തറവേലയും എടുക്കുമെന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും ഭയപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥി 24 വാർഡുകളിൽ 12ാം വാർഡിലെ സ്ഥാനാർത്ഥി അബുട്ടിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം 24 മെമ്പർമാർ സ്ഥാനാർത്ഥികളുടെ കൂട്ടത്തിൽ വക്കീലിനെ കൊണ്ടുവന്ന്
പിന്നെ ഈ നോമിനേഷനെ ചോദ്യം ചെയ്യാൻ ഈ ഒരു വാർഡിൽ മാത്രമേ അവർ തയ്യാറായിട്ടുള്ളൂ. അത് അവരുടെ ഭയം തന്നെയാണ് ആ കാര്യത്തിൽ എന്നുള്ള യാതൊരു സംശയമില്ല. പിന്നെ അബുവിൻ്റെ പേരിൽ ഇല്ലാത്ത കുറേ ആരോപണങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞല്ലോ ഈ വ്യക്തിഹത്യ എന്ന്. വ്യക്തിഹത്യ ആണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്കും വ്യക്തിഹത്യ നടത്തിയാൽ വിഷമങ്ങളുണ്ടാവും, മാനഹാനി ആണുങ്ങൾക്കും ഉണ്ടാവും, പെണ്ണുങ്ങൾക്ക് മാത്രമല്ല പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അങ്ങനെ വ്യക്തിഹത്യ നടത്തുന്നതിനെ സംബന്ധിച്ച് നമുക്ക് യോജിപ്പില്ല. പക്ഷേ വ്യക്തിഹത്യ നടത്തുന്ന കാര്യത്തിൽ CPM ആണ് അത്തരം കാര്യങ്ങൾക്ക് ആദ്യം തന്നെ കുറേ മുന്നോട്ട് പോയത്. എല്ലാം ഇതൊക്കെ ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. 2 കേസ് ഇതിൽ ചേർത്തിട്ടില്ല എന്നായിരുന്നു ഒരു ആരോപണം. അത് ഒരു കേസ് ഏതായിരുന്നു വെച്ചാൽ പിന്നെ പണ്ട് ഇവർ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ എന്താണ് നമ്മൾ കുളപ്പാട് പിന്നെ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യേണ്ട കാര്യം പഞ്ചായത്ത് ചെയ്തില്ല എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് പഞ്ചായത്ത് സെക്രട്ടറിയെ ബന്ദികളാക്കിയിട്ട് അവിടെ ക്ലാർക്കുമാരൊക്കെ ബന്ദികളാക്കി ഒരു സീൻ ഉണ്ടാക്കിയിരുന്നു. അന്ന് ഉള്ളിൽ വാതിൽ കുറ്റിയിട്ടിട്ടാണ് ഞങ്ങളാരും പ്രവേശിക്കുന്നതിന് ഇവർ ഈ കാര്യങ്ങൾ ചെയ്തത്. അവസാനം പുറത്തുനിന്ന് ഞങ്ങളും കുറ്റിയിട്ടു. പോലീസ് ഇവരെ കയറ്റിക്കൊണ്ടുപോവുക ചെയ്തത്. അവരുടെ ആരുടെയും ദേഹത്തും എല്ലാം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ, വേറെ ആർക്കും അതിന് അവസരം കിട്ടിയിട്ടില്ല. എന്നിട്ട് അതിൻ്റെ പേരിൽ അബു അടക്കമുള്ള ആളുകളെ കള്ളക്കേസ് കൊടുത്തതാണ്. അബുവിൻ്റെ പേരിലുള്ള ഒരു കേസ്. ആ കേസ് പിന്നെ കോടതി തന്നെ പോലീസ് തന്നെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ കള്ളക്കേസാണെന്ന്, കോടതിയും അത് കള്ളക്കേസാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തള്ളിയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു കേസ് ഇവർ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ പിന്നെ എടവണ്ണയിൽ അബു അടക്കമുള്ള ആളുകൾ UDFൻ്റെ ഞങ്ങളൊക്കെ കൂടിയിട്ടുള്ളൊരു പ്രകടനം നടത്തിയിരുന്നു. അത് പോലീസിൻ്റെ പെർമിഷൻ ഇല്ലായിരുന്നു എന്നുള്ള പേരിൽ ചാർജ് ചെയ്തൊരു കേസായിരുന്നു. നിസ്സാര സംഖ്യ ഫൈൻ കെട്ടി അതെന്നോ ഫൈൻ അടിച്ചു പോയതാണ്. ഈ 2 കേസാണ് ഇവർ വന്നത്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വ്യക്തിഹത്യ നടത്തുന്ന രീതിയിൽ വളരെ മോശമായിട്ട് ചിത്രീകരിച്ചു കൊണ്ട് വന്നിട്ടുള്ളത് അബു പിന്നെ ഏതൊരു പിന്നെ ശാരീരിക ശേഷിയില്ലാത്ത എന്താണ് പറയുക ഭിന്നശേഷിക്കാരിയായ ഒരു പെൺകുട്ടിയെ മുടി പിടിച്ചു വലിച്ചു ആക്രമിച്ചു എന്നുള്ള രീതിയിലാണ്. അത് ആരായിരുന്നു ഈ ഭിന്നശേഷിക്കാരിയായ കുട്ടിയെന്നും അതേപോലെ ആരുടെ കുട്ടിയാണെന്നുള്ളതും കൂടി ജനങ്ങളൊന്നും അറിയണമെന്നുള്ളതുകൊണ്ട് മാത്രം ഞാൻ ആ കാര്യം സൂചിപ്പിക്കുകയാണ്. അബുവിൻ്റെ ഒരു അനുജനുണ്ട്, ഈ പിന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിൻ്റെയൊക്കെ വലങ്കൈയായിട്ട് പ്രവർത്തിക്കുന്നയാളാണ്. അയാൾക്ക് 4 സെൻറ്റ് ഭൂമി ആളെ വാപ്പ ആദ്യം കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് വീണ്ടും സ്വത്ത് വേണം എന്നുള്ളത് വാപ്പ ജീവിച്ചിരിപ്പുണ്ട്. വാപ്പാനെ നിരന്തരം ശല്യപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തപ്പോൾ അബു അതേപോലെ അബുവിൻ്റെ ഒരു അനുജനും കൂടി ഇവനെ താക്കീത് കൊടുത്തിട്ടുണ്ട്. ആ താക്കീത് കൊടുത്തതിൻ്റെ മാത്രം പേരിൽ ഇവൻ ആക്രമിച്ചു, ഈ കുട്ടിയെ എങ്ങനെ ആക്രമിച്ചു എന്നുള്ള പേരിൽ കൊടുത്തൊരു കള്ളക്കേസാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ ഒരാളെ പിന്നെ അവഹേളിക്കുക, ആ കേസ് ഇപ്പോഴും നിലവിലുണ്ട്. ആ കേസൊക്കെ കൃത്യമായിട്ട് നോമിനേഷൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവർ ഡമ്മി കൊടുത്തത്. ഞങ്ങൾ ഡമ്മി കൊടുക്കണോ കൊടുക്കണ്ടേന്ന് തീരുമാനിക്കേണ്ട കാര്യം ഞങ്ങളുടെ കാര്യം തീരുമാനിക്കേണ്ട ഇവരല്ലോ. ഡമ്മി കൊടുക്കേണ്ട കാര്യമില്ല. അബുവിൻ്റെ നോമിനേഷൻ പേപ്പർ പൂർണ്ണമാണെന്നും കൃത്യമാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി തന്നെ ഞങ്ങൾ കൊടുത്തത്. ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഡമ്മി അവിടെ മറിച്ച് പകരം സ്ഥാനാർത്ഥി വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് അവിടെ അബു സ്ഥാനാർത്ഥിയായിട്ട് വരണം, അത് വരും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അബു തന്നെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ആ കാര്യങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവരെ ഏത് തറവേലകളും ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. ഇനിയും ഇത്തരം കാര്യങ്ങൾ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്കറിയാം. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. 24 വാർഡുകളിലും വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തിക്കൊണ്ട് ഇന്നേ വരെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ലാത്തൊരു വിജയം നേടിയെടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ UDFൻ്റെ പിന്നെ ഒരു പഞ്ചായത്ത് കൺവെൻഷൻ വെള്ളിയാഴ്ച എടവണ്ണ CDIG സ്റ്റേഡിയത്തിൻ്റെ സമീപം നടക്കാൻ പോവുകയാണ്. ആ പരിപാടിയിൽ T സിദ്ദീഖ്, ഹമീദ് മാസ്റ്റർ, മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഹമീദ് മാസ്റ്ററും കോൺഗ്രസ് MLA T സിദ്ദീഖും പങ്കെടുക്കും. ആ രീതിയിലുള്ള വലിയ ഒരു സമ്മേളനമാണ്, പരിപാടിയാണ് അത് ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാ ആളുകളും അതിന് പങ്കെടുക്കണമെന്ന് കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതേ രീതിയിൽ തന്നെ UDFൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും വളരെ ചിട്ടയോടുകൂടി മുന്നോട്ട് പോകുന്നുണ്ട്. അത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ആ രീതിയിൽ തന്നെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം ഈ പ്രാവശ്യം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങളുടെ ഒരു ശക്തമായൊരു ജീവന്മാനം പോരാട്ടം തന്നെയാണ്. അവർ ജയിക്കുക എന്നുള്ളതല്ല, അവർ തറ പറ്റിക്കുക എന്നുള്ളത്. ജയിച്ചാൽ പോരാ, ഞങ്ങളുടെ ജീവന്മാർ പോരാട്ടം അതിനു വേണ്ടിയുള്ളതാണ്. അവരെ തറ പറ്റിക്കുക എന്നുള്ളതിലാണ്. അത് ഞങ്ങൾ വിജയിക്കും ഈ കാര്യത്തിൽ എന്നുള്ളതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. CPM ഉയർത്തിയ ആരോപണങ്ങൾ തെളിയിച്ചാൽ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ നിന്ന് പിന്മാറി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്ന് കരീമും പറഞ്ഞു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി ശക്തമായ പ്രവർത്തനവുമായി ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ
ഇപ്പം പഞ്ചായത്ത് ഭരിക്കുന്ന CPM-ന്റെ ദുർഭരണത്തിനെതിരെ, അഴിമതി ഭരണത്തിനെതിരെ അതിശക്തമായ ജനവികാരമാണ് എടവണ്ണയിലെ 24 വാർഡിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ വിരളി പൂണ്ടുകൊണ്ടാണ് ഇന്നലെ CPM-ന്റെ ആളുകൾ 5 വർഷം മുമ്പ് എടവണ്ണ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇന്നലെ പത്രസമ്മേളനത്തിൽ ഞാനടക്കം അഴിമതി നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണവുമായി മുന്നോട്ട് വന്നു. നമുക്കറിയാം, അഴിമതിക്കെതിരെ അതിശക്തമായ ഒരു വികാരം എടവണ്ണയിലുണ്ട്. നമുക്കറിയാം, അത് അവർക്ക് എതിരായി വരുമ്പോൾ 5 കൊല്ലം മുമ്പ് UDF അഴിമതി നടത്തി എന്നുള്ള പ്രചരണമാണ് അവരുദ്ദേശിക്കുന്നത്. കുഞ്ഞാപ്പ വിശദമായി സൂചിപ്പിക്കുകയുണ്ടായി. എടവണ്ണ ഗ്രാമപഞ്ചായത്തിലെ അന്നത്തെ 22 മെമ്പർമാരും അവർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പിരിവ് നടത്തിക്കൊണ്ടാണ് ഈ 60 സെന്റ് സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി സ്വരൂപിച്ചതും. അതുപോലെ തന്നെ അതിൻ്റെ കണക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ അതാത് സമയത്ത് വിശദമായി തന്നെ കാര്യങ്ങളൊക്കെ കമ്മിറ്റി അവതരിപ്പിച്ചതാണ്. അതോടൊപ്പം തന്നെ ഈ ബോർഡ് വന്നതിന് ശേഷം പഞ്ചായത്ത് പ്രസിഡന്റ് ഈ അഭിലാഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ എക്സ്ട്രാ സ്ഥലം പമ്പിങ് കടന്നു പോകുന്നതിന് വേണ്ടി എക്സ്ട്രാ സ്ഥലം വാങ്ങുന്നതിന് വേണ്ടി അഭിലാഷിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഈ തുകയിൽ നിന്നൊക്കെ വിഡ്രോ ചെയ്ത് ഇത് കൊടുത്തത്. ഇപ്പൊ പറയുന്നു ഈ തുക ബാങ്കിലില്ല എന്ന്. ഞാൻ വെല്ലുവിളിക്കുന്നു പത്രസമ്മേളനത്തെ CPM നേതാക്കന്മാരെ, ഈ തുക ബാങ്കിൽ ഇപ്പോഴും കറണ്ട് അക്കൗണ്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്നു. ഇല്ല എന്ന് തെളിയിക്കുകയാണെങ്കിൽ ഇപ്പോഴും ഞാൻ എൻ്റെ ഈ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ എൻ്റെ പ്രവർത്തനം ഇപ്പം ഞാൻ നിർത്തും. നോമിനേഷൻ പിൻവലിക്കാനുള്ള പറ്റാതെ സമയം കഴിഞ്ഞതുകൊണ്ട് ഞാൻ പരസ്യമായി നോട്ടീസ് അടിക്കും. ഞാൻ തുവക്കാടിലേക്ക് പോകുന്നില്ല. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും ഈ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്നു. എനിക്കാരും വോട്ട് ചെയ്യേണ്ടെന്ന് പരസ്യമായി ഞാൻ പറയും. ഈ പൈസ ബാങ്കിലില്ല എന്ന് പറയുകയാണെങ്കിൽ അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിരിവ് നടത്തിയിട്ടല്ല. ഇതിലേക്ക് എൻ്റെ വാർഡിന് അന്നത്തെ 19-ാം വാർഡിൻ്റെ ഈസ്റ്റ് പന്നിപ്പാറ വാർഡിൻ്റെ വിഹിതം ഞാൻ എൻ്റെ 5 മാസത്തെ ഓണറേറിയം 52,000 രൂപയാണ് ഞാൻ ഈ കമ്മിറ്റിക്ക് അന്ന് കൊടുത്തത്, 5 വർഷം മുമ്പ് കൊടുത്തത്. കാരണം ഞാൻ പിരിവ് നടത്തിയിട്ടില്ല. ഇനി ബാക്കി എല്ലാ ആളുകളും പിരിവ് നടത്തിയിട്ടും അതുപോലെ സ്വന്തം നെൽക്കൊക്കെ കൊടുത്ത ആളുകളുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ എന്നതിലേക്ക് വലിച്ചയച്ചുകൊണ്ട് ഞാൻ പറയുന്നു, CPM-ന്റെ ഈ അഴിമതി കഥ എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ നിങ്ങൾക്ക് പിടിച്ചെട്ടാൻ സാധിക്കില്ല. എടവണ്ണയുടെ പൊതുജീവിതത്തിൽ ഒരു തുറന്ന പുസ്തകമാണ് EA കരീം എന്ന ഞാൻ. എൻ്റെ ജീവിതം അറിയുന്ന ആളുകളാണ്. ഞാൻ ഈ പൊതുപ്രവർത്തനത്തിനിടയിൽ എൻ്റെ കുടുംബ സ്വത്ത് വിറ്റുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തിയ പാരമ്പര്യമാണ് എനിക്കുള്ളത്. അല്ലാതെ എനിക്കെതിരെ പ്രസംഗിക്കുന്ന ആളുകളൊക്കെ മുമ്പ് എന്തായിരുന്നു, ഇന്ന് അവരുടെ ജീവിത സ്റ്റാറ്റസ് എന്താന്ന് കാണുന്ന ആളുകളാണ് എടവണ്ണ ജനങ്ങൾ. അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റിയൊന്നും എനിക്ക് കൂടുതൽ ഒന്നും പറയാനുള്ള. അഴിമതിക്കെതിരെ പരിശുദ്ധം നടത്തിക്കൊണ്ട് നിങ്ങൾ നടത്തിയ അഴിമതി പ്രസിഡന്റ് ദുരിതാശ്വാസ നിധി, അതുപോലെ ടെൻഡർ വിവാദം, അതുപോലെ തന്നെ ഹരിതകർമ്മ സേനയ്ക്ക് വണ്ടിക്ക് 1 കിലോമീറ്ററിന് 28 രൂപക്ക് ഭരണസമിതിയിലെ ആളുകൾ, ഇതൊക്കെ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞപ്പോൾ ജനം അത് വിശ്വസിച്ചിട്ടുണ്ട്. ആ ജനം വിശ്വസിച്ചു എന്ന് നിങ്ങൾ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അതിനൊരു മറുവശം എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിച്ച് നിങ്ങൾ മെനഞ്ഞുണ്ടാക്കിയതാണ് 5 വർഷത്തെ കുടിവെള്ള പദ്ധതിക്ക് ഭൂമിയുടെ ചെലവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതും നിങ്ങൾക്ക് തിരിച്ചടിയാകാൻ പോവുകയാണ്. ബാങ്കിൽ ഈ പണമില്ലെങ്കിൽ എൻ്റെ പൊതുപ്രവർത്തനം, എൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുകൊണ്ട് നോട്ടീസ് അടിക്കാൻ ഒരു സ്ഥാനാർത്ഥിയായ ഞാൻ തയ്യാറാണെന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ളൂ. 5 വർഷം നിങ്ങളുടെ കയ്യിൽ ഭരണമുണ്ട്. കേരളത്തിലെ വിജിലൻസ് നിങ്ങളുടെ കയ്യിലാണ്, ആഭ്യന്തരം നിങ്ങളുടെ കയ്യിലാണ്. എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് കാര്യങ്ങൾ ശരിയാണെങ്കിൽ അതൊരു പൊതുപ്രവർത്തന രീതിയിൽ അഴിമതി നിരോധന നിയമത്തിന്റെ കീഴിൽ വരുന്ന കാര്യമാണ് നിങ്ങൾ പറഞ്ഞ കാര്യം. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല? 5 വർഷത്തെ എല്ലാ സൗകര്യം നിങ്ങൾക്കില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് പരാതി കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ പരാതി കൊടുത്താൽ എനിക്കെതിരെ FIR ഇടാം. എനിക്കെതിരെ FIR നിങ്ങൾ പറഞ്ഞത് യാഥാർത്ഥ്യമാണെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഇടവണ്ണ ജനങ്ങൾ അത്രയും ഉത്ബുദ്ധരായ ജനങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളും എടുക്കൊണ്ടല്ലേ നിങ്ങൾ പഞ്ചായത്ത് അധികാരത്തിൽ വന്നത്. ഐക്യ ജനാധിപത്യം എന്നുള്ള അനൈക്യം നിങ്ങൾക്ക് മുതലെടുക്കാൻ സാധിച്ചു എന്നുള്ളത്. എന്നാൽ ഇപ്രാവശ്യം ഒരു അനൈക്യവും ഇല്ല, മുതലെടുക്കാൻ സാധിക്കുകയില്ല എന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ 5 വർഷത്തിൽ നിങ്ങളുടെ അഴിമതി ഭരണം ജനങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞ ടെൻഡർ വിവാദവും അതുപോലെ തന്നെ പ്രസിഡന്റ് ദുരിതാശ്വാസ നിധിയുടെ അതിന്റെ കണക്കും കാര്യങ്ങളും അതൊക്കെ ഞങ്ങൾ ചോദ്യം ചെയ്തു. അതുപോലെ തന്നെ ഹരിതകർമ്മ വണ്ടിയുടെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞ് ജനങ്ങളിലേക്ക് ചർച്ചയാവുന്നു. നിങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, നിങ്ങൾ പ്രചരണത്തിന് പോയപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലായത്
പരിക്ക് നിങ്ങൾക്കുണ്ട്. ആ പരിക്കിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നിങ്ങൾ ഇപ്പോൾ ഇറക്കിയ ഈ നാടകം അതും നിങ്ങൾക്ക് കൂടുതൽ പരിക്കേ ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാൻ. ഞാൻ നിങ്ങളെ ഇടപെടൽ CPM-നെ വെല്ലുവിളിക്കുന്നു. ഈ പണം, ഈ നിങ്ങൾ പറഞ്ഞ കുടിവെള്ള പദ്ധതിയുടെ ബാക്കി വന്ന പണം, ഈ പണം അക്കൗണ്ടിൽ ഇല്ല എന്ന് നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഏർപ്പാട് ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് എനിക്ക് ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത്. തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഞാൻ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മറ്റു കാര്യത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി 5-4 ഭൂരിപക്ഷത്തിൽ ഈ ഭരണസമിതിയിൽ അധികാരത്തിൽ തിരിച്ചു പിടിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. എടവണ്ണയിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം സാറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, CPA ജംഗ്ഷൻ, CPA കോംപ്ലക്സ്, എടവണ്ണ. സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി, എടവണ്ണ, എടവണ്ണപ്പാറ, അരീക്കോട്, മഞ്ചേരി, നിലമ്പൂർ. ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക്, എടവണ്ണ. അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമിറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, നിയർ സിദി ഹാജി ബ്രിഡ്ജ്, നിലമ്പൂർ റോഡ്, എടവണ്ണ. അരഞ്ഞിക്കൽ ഗ്രാനൈറ്റ് യൂണിറ്റ്, പത്തപ്പിരിയം, എടവണ്ണ. ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങൾ അൽമദീന ഗ്രാനൈറ്റ് മെറ്റൽ, പന്നിപ്പാറ, തൂവക്കാട്. ബ്രദേഴ്സ് ഗ്രാനൈറ്റ് യൂണിറ്റ് മെറ്റൽസ്, പാലപ്പറ്റ.